നമസ്കാരം. നമ്മുടെ നാട് മതേതരത്വത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രേക്ഷകരോട് തത്വമി ന്യൂസ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി UDF അധികാരത്തിലെത്തിയതിന് ശേഷം. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള മതരാഷ്ട്രവാദ സംഘടന ആണ് പ്രധാന പ്രശ്നമെന്നാണ് പലരും കരുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്, അവർ പ്രശ്നം തന്നെയാണ്. കാരണം അവരുടെ സ്വാധീനത്തിലുള്ള മാധ്യമങ്ങളിലൂടെ സമൂഹത്തിൽ ചെലുത്തുന്ന ഒരു സ്വാധീനമുണ്ടല്ലോ, അത് കുറച്ച് ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്നും അവരെ മതേതരത്വ വാദികളാണ് എന്ന് വെള്ളപൂശുവാൻ നടക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നമ്മുടെ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും നിലവിലുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രശ്നം. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പുലി മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പുറകിൽ കുറച്ച് കഴുതപ്പുലികൾ സമൂഹത്തിലേക്ക് ഒളിച്ചു കിടക്കുന്നുണ്ട്. അത് ഈ മുസ്ലിം ലീഗിൻ്റെ രൂപത്തിലാണ്. ഈ മുസ്ലിം ലീഗ് എന്നുള്ളത് മുസ്ലിം എന്നുള്ള ഒരു മതത്തിൻ്റെ പേര് കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി. അവർ മതേതരവാദികളാണ് എന്നുള്ളൊരു ആഖ്യാനം കാലാകാലങ്ങളായി നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. അല്ല എന്നുള്ളൊരു വാദം ഒരു തീവ്ര വലതുപക്ഷമാണ് സമൂഹത്തിന് മുൻപിൽ വയ്ക്കുന്നത് എന്നാണ് ആരോപിക്കുന്നത്. കാരണം ഞങ്ങളെ നാണം കെടുത്താനാണ്, ഞങ്ങളുടെ ഒരു പ്രതിച്ഛായ തകർക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. അവരാണ് യഥാർത്ഥ മതവാദികൾ, വർഗീയവാദികൾ, അതായത് ഈ RSS സംഘപരിവാർ അജണ്ടയാണിത് തുടങ്ങിയൊരു ആഖ്യാനം സൃഷ്ടിച്ച് അവരുടെ യഥാർത്ഥ മതബോധ ഒരു മിതത്വവാദികളെന്ന് നടിക്കുന്ന തീവ്ര മതവാദികളായ മുസ്ലിം ലീഗിൻ്റെ ഒരു യഥാർത്ഥ രൂപം മറച്ചു പിടിക്കുവാനായിട്ട് കാലാകാലങ്ങളായി അവർ ശ്രമിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ അതിനുതകാറുമുണ്ട്, അതിനവരെ സഹായിക്കാറുമുണ്ട്. പ്രത്യക്ഷത്തിൽ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു ഉരസലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി മുസ്ലിം ലീഗിനെ സഹായിക്കുന്ന ഒരു മതവാദ സംഘടന തന്നെയാണ്. അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ ആത്യന്തികമായ മതരാഷ്ട്രമെന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ഏറ്റവും നല്ല രാഷ്ട്രീയ ആയുധങ്ങളിലൊന്ന് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് അവർ മുസ്ലിം ലീഗിനെ കൈ അയച്ച് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു മതേതര പ്രതിച്ഛായ കേരള സമൂഹത്തിൽ പലയിടത്തും പല നിഷ്കളങ്കരും വിശ്വസിച്ച് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ അങ്ങനെ അല്ല എന്ന് കൃത്യമായി തെളിയിക്കുന്ന ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസം കാണുവാനിടയായി. സംഭവം കണ്ട് നമ്മുടെ യുക്തിവാദിയായ കേരളത്തിലൊരു ഇപ്പോൾ ഏറ്റവും പ്രശസ്തനായ യുക്തിവാദികളിൽ ഒരാളായ ഡോക്ടർ ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോയിലാണ്. സംഭവം മറ്റൊന്നുമല്ല, നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്ന വേളയിൽ തിരൂര് മുസ്ലിം ലീഗിൻ്റെ കാര്യാലയത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ പോകുന്നതിന് മുമ്പ് ഒരു കൂട്ടപ്രാർത്ഥന, ഇസ്ലാമികമായ പ്രാർത്ഥനയാണ്. അതിൽ ഈ മുസ്ലിം ലീഗിൻ്റെ 1-2 മുസ്ലിമേതര സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത്. പ്രാർത്ഥന അറബിയിലാണ്, അറബി ഭാഷയിലാണ്. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. എന്താണ് ഇതിൽ കുഴപ്പം? മുസ്ലിങ്ങൾ അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ പോകുന്നതിന് മുമ്പ് ആ പാർട്ടി ദൈവവിശ്വാസികളുടെ പാർട്ടി ആയതുകൊണ്ട് അവരുടെ ദൈവത്തോട് അവർ അവരുടെ ഭാഷയിൽ, അവരുടെ ദൈവത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. അതിനെന്താണ് കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. അതിലെ 3 വരികൾ ആരിഫ് ഹുസൈൻ അറബിയിലും അതിൻ്റെ ഒരു തർജിമ മലയാളത്തിലും പറയുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. അതിൽ ആദ്യത്തെ വരി എന്ന് പറയുന്നത് അള്ളാഹുവിനോട്, ഇസ്ലാമിൻ്റെ ദൈവമായ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ അഭിമാനത്തെ നീ ഉയർത്തിപ്പിടിക്കണമേ. ആ ഒരു അർത്ഥം വരുന്ന തരത്തിലുള്ളൊരു പ്രാർത്ഥനയാണ്. ഒരു കുഴപ്പവുമില്ല. മുസ്ലിങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന സ്വാഭിമാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും അവകാശമാണ്. അതൊരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതസമൂഹത്തിൻ്റെയും അവകാശം തന്നെയാണ്. നല്ല കാര്യം. അടുത്ത വരിയിൽ പറയുന്നത് ഷിർക്ക് ചെയ്യുന്നവരോടും കാഫിറുകളോടും അവരെ നീ നാണം കെടുത്തേണമേ, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കണമേ. ഈ ഷിർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഷിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമായിട്ട് കണക്കാക്കപ്പെടുന്നൊരു പ്രക്രിയയാണ്. ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ നിരവധി പ്രക്രിയകളുണ്ട്. ആ പ്രക്രിയകളെല്ലാം ഏറ്റവും വലിയ പാപമാണ്. അതിന് അള്ളാഹു മാപ്പ് കൊടുക്കില്ല എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിഗ്രഹാരാധനയാണ്, ബഹുദൈവാരാധനയാണ്. അങ്ങനെ ബഹുദൈവാരാധന നടത്തുന്നവരോടും ഈ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത, അതായത് ഇസ്ലാമാണ് സത്യം, ആ സത്യത്തെ വിശ്വസിക്കാത്ത സത്യനിഷേധികളാണ് കാഫിറുകൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു മയപ്പെടുത്തിയ ആഖ്യാനം. അതായത് കള്ളന്മാരാണ്, ഞങ്ങളുടെ സത്യം വിശ്വസിക്കാത്തവരെല്ലാം കള്ളന്മാരാണെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം. അത്തരത്തിലുള്ള കാഫിറുകളെയും നീ നശിപ്പിക്കണമേ എന്നുള്ളതാണ് രണ്ടാമത്തെ വരി. അതായത് ഈ കാഫിറുകളിൽ ആരൊക്കെ പെടും? ഞാനും നിങ്ങളും
വി ഡി സതീശൻ ഇനി മതം മാറിയിട്ടില്ലെങ്കിൽ വി ഡി സതീശനും, പിണറായി വിജയൻ മതം മാറിയിട്ടില്ലെങ്കിൽ പിണറായി വിജയനും, രമേശ് ചെന്നിത്തലയും എല്ലാം പെടും. കെ മുരളീധരനും വി മുരളീധരനും നരേന്ദ്രമോദിയും എല്ലാം ഈ കാഫറുകളുടെ പട്ടികയിൽപ്പെടും. അവരെ നീ നാണം കെടുത്തി നശിപ്പിക്കണമേ എന്നുള്ളതാണ് മൂന്നാമത്തെ വരി. രണ്ടാമത്തെ വരി. മൂന്നാമത്തെ വരിയും ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്. അതായത് മുസ്ലിങ്ങളുടെയും മുസ്ലിം മതത്തിൻ്റെ, ഇസ്ലാം മതത്തിൻ്റെയും ഞങ്ങളുടെയും ശത്രുക്കളെ നീ നശിപ്പിക്കണമേ. ഈ ശത്രുക്കൾ ആരാണെന്നുള്ള രണ്ടാമത്തെ വരിയിൽ പറയുന്നുണ്ട്. കാഫറുകളും ഷിർക്ക് ചെയ്യുന്ന ബഹുദൈവാരാധകരും ഞാനും നിങ്ങളും കെ മുരളീധരനും വി മുരളീധരനും നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം ഈ ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെടും. സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവ, ക്രൈസ്തവ, ജൈന, സിഖ് മതവിശ്വാസികളെല്ലാം ഈ പട്ടികയിൽപ്പെടും. അവരെല്ലാം ഷിർക്ക് ചെയ്യുന്ന കാഫിറുകളാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച്. ഇത്തരത്തിലുള്ളൊരു പ്രാർത്ഥന അറബി ഭാഷയിൽ ചൊല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന മതേതര ഹിന്ദുക്കൾക്ക്, നമ്മുടെ ഈ ഞെരളത്ത് ഹരിഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പല യൂസ്ഫുൾ ഇഡിയറ്റ്സും, അതായത് ഇസ്ലാമിന് പ്രയോജനപ്രദമായ രീതിയിൽ ഭവിക്കുന്ന വിഡ്ഢികൾ പലരും ഈ മുസ്ലിം ലീഗിൽ കൊണ്ട് തലവെച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഈ പട്ടികയിലാണ് പെടുന്നത്. പ്രൊവൈഡഡ്, അതായത് ഈ പറയുമല്ലോ ഒരു സ്റ്റാർ ഇട്ടിട്ട് കണ്ടീഷൻ സപ്ലൈ എന്ന് പറയുന്ന പോലെ അവരിതിനിടയിൽ രഹസ്യമായി മതം മാറിയിട്ടില്ലെങ്കിൽ, മതം മാറിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി അവർ സത്യവിശ്വാസികളുടെ പട്ടികയിലേക്ക് കയറും. ഇസ്ലാമിക വിശ്വാസപ്രകാരം തീവ്ര ഇസ്ലാമിക വിശ്വാസം, മിത ഇസ്ലാമിക വിശ്വാസം അങ്ങനെയൊന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസം. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന, സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഇസ്ലാമിക വിശ്വാസം ഇത് തന്നെയാണ്. ആ ഒരു വിശ്വാസത്തിൽ അടിസ്ഥാനമായി, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശ്വാസം അടിസ്ഥാനശിലയായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി മതേതര രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് പറയുവാൻ ഒന്നുകിൽ ചില്ലറ ഉളുപ്പ് ഇല്ലായ്മ വേണം, അല്ലെങ്കിൽ ഒരു പരിധിയിൽ കടന്ന ഉളുപ്പില്ലായ്മ വേണം, അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തി ഒരു വലിയ പമ്പര വിഡ്ഢിയായിരിക്കണം. ഇതിലേതാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളത്? കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം മതേതര സംഘടനകളും പാർട്ടിയുമൊക്കെയാണ്, അല്ലെങ്കിൽ യഥാക്രമം രാഷ്ട്രീയ കക്ഷിയും മത സംഘടനയുമൊക്കെയാണ്, അവർക്ക് മതേതരത്വമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമെന്ന് അദ്ദേഹം നടന്ന് വെള്ളപൂശിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഉള്ളത് ഒരു പരിധിയില്ലാത്ത ഉളുപ്പില്ലായ്മയാണോ അതോ അതിലും കടന്ന പമ്പര വിഡ്ഢിത്തമാണോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം പ്രത്യക്ഷമായി തിരൂര് മുസ്ലിം ലീഗിൻ്റെ കാര്യാലയത്തിൽ നടന്ന സംഭവമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണോ? അല്ല. കാരണം ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെങ്കിൽ മുസ്ലിം ലീഗ് തന്നെ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തിരുത്തൽ നടപടികൾ കൈക്കൊണ്ടേനെ. ആ തിരുത്തൽ നടപടികൾ കൈക്കൊള്ളാത്തിടത്തോളം കാലം നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രാർത്ഥന സ്ഥിരമായി ഇവരുടെ എന്തെങ്കിലും ഒരു പ്രധാന കർമ്മത്തിന് മുമ്പ്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലാകട്ടെ, സത്യപ്രതിജ്ഞയ്ക്ക് പോകലാകട്ടെ, അതിനെല്ലാം മുൻപ് ഇവർ നടത്താറുണ്ട്. ഈ ഒരു പ്രാർത്ഥന നടത്തുന്നത് കൊണ്ട് നാളെ കാഫിറുകൾ, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള കാഫിറുകൾ നശിച്ചു പോകുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് വാദപ്രതിവാദത്തിന് വയ്ക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരാശയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ കക്ഷി അത് നമ്മുടെ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരാശയം, കാരണം അവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ മുഴുവൻ നശിപ്പിക്കണമേ, നാണം കെടുത്തണമേ എന്നുള്ളത്. അത്തരത്തിലുള്ളൊരു രീതി അവർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചിന്താധാര അവർ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ നാളെ ഈ നാണം കെടുത്തുവാനോ നശിപ്പിക്കുവാനോ വേണ്ടിയുള്ള പ്രവർത്തികൾ അവരുടെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്ന് ധരിച്ച് അവർ ചെയ്യില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഇത്തരത്തിലുള്ളൊരു പ്രാർത്ഥന പരസ്യമായി അവർ നടത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തികൾ അവർ ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. അങ്ങനെ എന്തെങ്കിലും വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തും നിഷ്കളങ്കരാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായേക്കാവുന്ന രണ്ടിൽ ഏതോ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു സ്വഭാവ വൈശിഷ്ട്യം നിങ്ങളിലുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷേ ഇത്തരത്തിലുള്ളൊരു മതേതര മുഖം മൂടി അണിഞ്ഞു നടക്കുന്ന, അവർ അണിഞ്ഞു നടക്കുന്നു എന്ന് ഞാൻ പറയില്ല. കാരണം അവർക്ക് ബലമായി വി ഡി സതീശനെ പോലെയുള്ള വ്യക്തികൾ ചാർത്തി കൊടുക്കുകയാണ് മതേതരവാദികളാണെന്നുള്ളത്. എപ്പോഴെങ്കിലും കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ പാണക്കാട് ഷിഹാബലിയോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന്? അല്ല, മുസ്ലിം ലീഗ് ഒരു മതവാദ പാർട്ടി തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് ജിന്നയുടെ വിസർജ്യമായി ഭാരതത്തിൻ്റെ വിഘടനത്തിന് കാരണമായ ഒരു വലിയ ഭീകരവാദ സംഘടനയുടെ ഒരവശിഷ്ടമായി മലപ്പുറത്തും കോഴിക്കോടുമൊക്കെയായി കിടന്ന ഒരു രാഷ്ട്രീയ കക്ഷി തന്നെയാണ് മുസ്ലിം ലീഗ്. ജിന്നയുടെ മുസ്ലിം ലീഗിൻ്റെ വാലാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ്. മലപ്പുറത്ത് ഉള്ള മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞത് ഞാനല്ല, ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിനോട്
അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റെല്ലാ കാര്യത്തിലും എതിർപ്പുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ ഈ ഒരു മതേതര മുഖംമൂടി വി.ഡി. സതീശനെ പോലെ അവരെക്കൊണ്ട് പ്രയോജനമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അവരെ കൂടെ നിർത്തുന്ന, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രയോജനങ്ങൾ അവരാൽ നേടിയെടുക്കാമെന്ന് തെറ്റിദ്ധരിക്കുന്ന കുറേയൊക്കെ പ്രയോജനങ്ങൾ അവരെക്കൊണ്ട് നേടിയെടുക്കാം. പക്ഷേ അതിൻ്റെ വില അവർ ഒരു 1000 മടങ്ങായി തിരികെ ചോദിച്ച് തന്നെ വാങ്ങും, ഈടാക്കും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. പക്ഷേ അത്തരത്തിലുള്ള മതേതര മുഖംമൂടി വി.ഡി. സതീശനെ പോലുള്ളവർ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയും അണിയിക്കുന്ന കാലത്തോളം നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ഈ പുൽപ്പടർപ്പിനിടയിൽ കിടക്കുന്ന പാമ്പുകളുണ്ടല്ലോ, അങ്ങനെയായി തന്നെ അവർ തുടരും. കാരണം നമുക്കവരെ കാണുവാൻ സാധിക്കില്ല. കടി കൊണ്ട് കഴിഞ്ഞതിന് ശേഷമേ പലപ്പോഴും നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കാഫറുകളായ ഞാനും നിങ്ങളുമെല്ലാം അവരുടെ പ്രാർത്ഥന അനുസരിച്ച് നശിപ്പിക്കപ്പെടുവാതിരിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക, ജാഗ്രത പുലർത്തുക. അത്രയേ ഈ വിഷയത്തിൽ പറയുവാനുള്ളൂ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.